Gesù è veramente risorto. Gesù è veramente risorto. ചിലവിടെ മലയാളം പുസ്തകം പറയാൻ വന്നാകുമല്ലോ. അതെ, നമ്മുടെ മനസ്സിൽ ഒന്ന്, ഹൃദയത്തിൽ ഒന്ന് കൈവച്ചിട്ടൊന്ന് പറയാമോ? എൻ്റെ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു. എന്നോർക്കെ പറഞ്ഞു, എൻ്റെ ഈശോ ഉയർത്തെഴുന്നേറ്റു. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറയണേ, നിന്റെ ഈശോ ഉയർത്തെഴുന്നേറ്റു. അടുത്തിരിക്കുന്ന ആളോട് നോക്കി പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. പരസ്പരം ഭർത്താവാണെങ്കിൽ ഭർത്താവിനോട് പറഞ്ഞു, ഭാര്യയാണെങ്കിൽ ഭാര്യയോട് പറഞ്ഞു. വീട്ടിൽ പറയാത്ത കാര്യമാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞേ. നമുക്ക് ഒന്നിച്ചു പറയാം. എന്താ പറയണ്ടേ? നമ്മുടെ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞേ. നമ്മുടെ ഈശോ ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവരെ, ഇന്ന് നാം വളരെ സന്തോഷത്തിലാണ്, അല്ലേ? ഇന്ന് നാം വളരെ സന്തോഷത്തിലാണ്. വെറുമൊരു സന്തോഷമല്ല ഇത്, വെറുമൊരു സന്തോഷമല്ല. രണ്ടെണ്ണം അടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല. മരണത്തെ മറികടക്കുന്ന ഒരു സന്തോഷം, നിരാശയെ തുടച്ചു നീക്കുന്ന ഒരു സന്തോഷം, നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു സന്തോഷം. പ്രിയമുള്ളവരെ, ഈ ഒരു സന്തോഷമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കേണ്ടത്. എൻ്റെ ഈശോ ഉയർത്തെഴുന്നേറ്റു. ഈ ഒരു സന്തോഷമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കേണ്ടത്. ഈ ഒരു സന്തോഷമാണ് ഞാനും നീയും ലോകത്തോട് പ്രഘോഷിക്കേണ്ടതും ലോകത്തിന് കൊടുക്കേണ്ടതും. ഈ ഒരു സന്തോഷമാണ് ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ടതും ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതും മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ടതും മക്കൾ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടതും അച്ഛന്മാർ വിശ്വാസികൾക്ക് കൊടുക്കേണ്ടതും. ഈ ഒരു സന്തോഷമാണ് ഇന്ന് ഈശോ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നിനക്ക് ഒരു പുതിയ ജീവിതമുണ്ട്. നിനക്ക് ഒരു പുതിയ ജീവിതമുണ്ട്. നമ്മുടെ വേദനകൾക്കിടയിൽ, നമ്മുടെ ദുഃഖങ്ങൾക്കിടയിൽ, നമ്മുടെ ഉത്കണ്ഠ, നമ്മുടെ രോഗം, ഏകാന്തത, ദുഃഖം, പരാജയം, ഇവിടെയൊക്കെ ഈശോ നമ്മളോട് പറയുകയാണ്, നമ്മുടെ പ്രയാസകരമായ നിമിഷങ്ങളിൽ പ്രിയമുള്ളവരെ, ഈശോ എന്നോടും നിന്നോടും പറയുകയാണ്, നിനക്ക് ഒരു പുതിയ ജീവിതമുണ്ട്. നിനക്ക് ഒരു പുതിയ ജീവിതമുണ്ട്. കരയേണ്ട. പ്രിയമുള്ളവരെ, ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നിങ്ങൾ. വേദനയുടെ, ഏകാന്തതയുടെ, രോഗത്തിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ഈശോ നമ്മളോട് പറയുന്നു, ഞാൻ മരണത്തെ കീഴടക്കിയിരിക്കുന്നു, ഞാൻ വിജയം വരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഈ ഒരു പ്രത്യാശ നമ്മളിലേക്ക് പ്രിയമുള്ളവരെ കൊണ്ടുവരണം. ഇനി നമ്മൾ മാത്രമൊന്നുമല്ല കഷ്ടപ്പാട് സഹിക്കുന്നത് കേട്ടോ. ഞാനും നീയും മാത്രമൊന്നുമല്ല. ഇനി ആദ്യം നമുക്ക് ഈശോയിലേക്ക് തന്നെ ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് വേണേ പറയാമോ, അവൻ ദൈവമല്ലായിരുന്നു, ദൈവവും മനുഷ്യനുമായിരുന്നു. എൻ്റെ ശരീരത്തുണ്ടാകുമ്പോൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. എൻ്റെ ശരീരത്ത് എന്തെങ്കിലും കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന, അതേ വേദന അവൻ എന്ത് ദൈവവുമായിക്കോട്ടെ, ഏത് ദൈവവുമായിരിക്കട്ടെ, പക്ഷെ മനുഷ്യനുമായിരുന്നു. അതേ വേദന ഞാൻ സഹിക്കുന്ന എനിക്കുണ്ടാകുന്ന അതേ വേദന ആർക്കുമുണ്ടായിരുന്നു? ഈശോയ്ക്കുണ്ടായിരുന്നു. അവൻ ദൈവവും മനുഷ്യനുമായിരുന്നു. അവന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം, കാൽവരിയിലേക്കുള്ള വഴി സഹനം, വിശ്വാസവഞ്ചന. അവനെ സ്നേഹിച്ചവര്, കൂടെ കൊണ്ടു നടന്നവര് അവനെ വഞ്ചിച്ചു. കുരിശ്
നമുക്കാർക്കും വേണ്ടാത്ത ഒരു സാധനം കുരിശ്, ഭാരമേറിയ കുരിശ്. നമ്മള് ചെറിയ കുരിശ്, തെർമോക്കോളിന്റെ കുരിശുമൊക്കെ ചുമന്ന് നടക്കാറുണ്ട്. ആ കുരിശൊന്നും അല്ല ഈശോ ചുമന്ന കുരിശ്, അതൊന്നും അല്ല. ഭാരമേറിയ കുരിശ്, ശവകുടീരം. ഇനി ഈ സമയത്ത് മാത്രമല്ല, യേശുവിന്റെ കുരിശ് പിലാത്തോസിന്റെ പ്രറ്റോറിയത്തിൽ ആരംഭിച്ചതല്ല. ജനിച്ചപ്പം മുതൽ അവന് കുരിശുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ ജീവിതം തന്നെ, ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു കുരിശായിരുന്നു. വേദനയുടെ, സഹനത്തിന്റെ ജീവിതമായിരുന്നു ഈശോയുടേത്. അവനെല്ലാം സഹിച്ചു, അവനെല്ലാം സഹിച്ചു. ഭയം അവനെ കീഴ്പ്പെടുത്തിയില്ല, ഭയം അവനെ കീഴ്പ്പെടുത്തിയില്ല. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് നമ്മളോടും ഈശോ പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളെ ഇങ്ങനെയൊക്കെയുള്ള സഹനങ്ങൾ അലട്ടുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്? അത് ഇല്ലാതാക്കുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മെ അലട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുന്നു, വേദനകൾ ഒഴിവാക്കുവാനായിട്ട് ശ്രമിക്കുന്നു, ഏറ്റവും സുഖകരമായ ഒരു ജീവിതം കണ്ടെത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അസുഖം വന്ന ആശുപത്രി പോകണം കേട്ടോ, പോകണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ നമുക്കുണ്ടാകുന്ന ചില ഡ്യൂറേഷനുണ്ട് അല്ലെ? എന്ത് മരുന്ന് കഴിച്ചാലും രോഗത്തിന്റെ ചില വേദനകൾ, മനസ്സിന്റെ ചില ഭാരങ്ങൾ, ഇതൊക്കെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് ഈശോയിലേക്ക് നോക്കിയാൽ മതി. ഈശോ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അവനും വേദന സഹിക്കാതെ വന്നപ്പോ അവനും വിളിച്ചു. അവന്റെ വേദന അസഹനീയമായപ്പോ അവനും വിളിച്ചു, നമ്മളും വിളിക്കും. അവൻ എന്താ വിളിച്ചേ? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? അവനും വിളിച്ചു, അവനും പ്രാർത്ഥിച്ചു, ഏലി ഏലി ലാമാ സബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? കൂടാതെ പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നൊന്ന് അകറ്റണേ. എന്നിട്ട് അവൻ പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. മനുഷ്യനായിട്ട് വേദന സഹിക്കാതെ വന്നപ്പം നമ്മളെ പോലെ പ്രിയമുള്ളവരെ അവനും പ്രാർത്ഥിച്ചു. പക്ഷേ നമ്മൾ ഏറ്റു പറയണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. നിന്റെ ജീവിതത്തിൽ വേദനകളുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ, രോഗങ്ങളുണ്ടെങ്കിൽ, നിന്റെ തോന്നിവാസം കൊണ്ടുണ്ടായതാണെങ്കിൽ ദൈവം ഉത്തരവാദിയല്ല കേട്ടോ. അടിച്ചു കിറങ്ങി വെള്ളം അടിച്ചിട്ട് കരൾ കളഞ്ഞിട്ട്, അല്ലെങ്കിൽ അസുഖമൊക്കെ വന്നിട്ട് അത് ദൈവം തന്നാന്ന്, അല്ല ദൈവത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞേക്കാം. നീ തെറ്റൊന്നും ചെയ്യാതെ, നീ പാപമൊന്നും ചെയ്യാതെ, നിന്റെ ജീവിതത്തിലെ വേദനകളുണ്ടെങ്കിൽ, സഹനങ്ങളുണ്ടെങ്കിൽ, ഈശോ എന്നോടും നിങ്ങളോടും പറയുന്നു, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം നിന്നിൽ പ്രകടമാകുവാനായിട്ടാണ്. നിന്നില് ഏകാന്തത, രോഗം, അസ്വസ്ഥത, പ്രയാസങ്ങൾ ഇവ നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ, നിന്റേതായ കാരണത്താൽ അല്ലെങ്കിൽ, അത് ദൈവത്തിന്റെ മഹത്വം നിന്നിൽ പ്രകടമാകുവാൻ വേണ്ടിയാണ്. എന്നിലും അതിലൂടെ മറ്റുള്ളവർക്ക് അതൊരു സാക്ഷ്യമാകുവാനുമാണ് എന്ന് ഈശോ ഇന്ന് നമ്മളോട് പറയുകയാണ്. ഭയപ്പെടേണ്ട, നിനക്ക് ഒരു പുതിയ ജീവിതമുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാ കഷ്ടപ്പാടുകളും ഈശോയിൽ കടന്നു പോയിട്ടുണ്ട്. ഈശോ ക്രൂശിക്കപ്പെട്ടെങ്കിൽ ഇപ്പോൾ അവൻ ജീവിക്കുന്നു. അവൻ മരണപ്പെട്ടെങ്കിൽ ഇപ്പോൾ അവൻ ജീവിക്കുന്നു. കല്ലറയിൽ കിടന്നെങ്കിൽ അവൻ കല്ലറയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. കല്ലറ ശൂന്യമാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ നമ്മുടെ ചിന്താഗതിയിലേക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം വരും. അപ്പം എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കഷ്ടപ്പാടുകളെ, നമ്മുടെ സഹനങ്ങളെ കാണുന്ന രീതിയിൽ ഒരു മാറ്റം വരും. നമ്മുടെ സഹനങ്ങളെ, കഷ്ടപ്പാടുകളെ ഒക്കെ കാണുന്ന രീതിയിൽ മാറ്റം വരും. ഭയത്തെ നേരിടുന്ന രീതിക്ക് മാറ്റം വരും. ഓരോ ദിവസവും ജീവിക്കുന്ന രീതിയിൽ മാറ്റം വരും, വ്യത്യാസം വരും. ഞാൻ പറഞ്ഞു, നമ്മുടേതായ, നിന്റേതായ കാരണത്താൽ അല്ലെങ്കിൽ
യേശു നമ്മളെ തൊടുവാനായിട്ടാണ്. ഈ ഒരു ഫീലിംഗിൽ നിന്നൊക്കെയാണ് ഞാൻ നിന്നെ തൊടുവാൻ വരുന്ന കുഞ്ഞെന്നൊക്കെയുള്ള പാട്ട് എന്നിലേക്ക് വന്നത്. പ്രിയമുള്ളവരെ, ഈശോ നമ്മളെയൊക്കെ തൊടുവാനായിട്ട് വരുന്നുണ്ട്. ഒരു 4 പോയിന്റ് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ലാതെ പറഞ്ഞ് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ 4 കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ഒന്ന്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ എന്റെയും നിന്റെയും വിശ്വാസം വ്യർത്ഥം. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ഈശോയിലാണ് നമ്മുടെ വിശ്വാസം. ഉയർത്തെഴുന്നേറ്റ ഈശോയിലാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. 2, നമ്മുടെ സ്വന്തം പുനരുത്ഥാനത്തിന്റെ ഉറപ്പാണ് ഈ പുനരുത്ഥാനം. നമ്മുടെ പുനരുത്ഥാനത്തിന്റെ ഉറപ്പാണ് ഈസ്റ്റർ. നന്മ ചെയ്തവർ നീതിയുടെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ഉയർപ്പുണ്ട് കേട്ടോ. തോന്നിവാസം ജീവിച്ചാലും പാപം ചെയ്ത് ജീവിച്ചാലും ഉയർപ്പുണ്ട്. എങ്ങനെയുള്ള ഉയർപ്പ? നന്മ ചെയ്തവർ നീതിയുടെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. 3, വേദനയുടെയും ദുഃഖത്തിന്റെയും കണ്ണുനീരിന്റെയും ഈ ലോകത്ത് നമുക്ക് പ്രത്യാശയും പ്രോത്സാഹനവും നൽകുന്ന ഒരു വിരുന്നാണ് ഈസ്റ്റർ. 4, ഈസ്റ്റർ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അർത്ഥം നൽകുന്നു. പ്രാർത്ഥിക്കുന്നതിന് ഒരു ഉത്തരമുണ്ട് എന്ന് നമുക്ക് ഉറപ്പു തരികയാണ് ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ സാന്നിധ്യം. പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റുപാടുകളിൽ മറ്റുള്ളവരിൽ നമുക്ക് അനുഭവിക്കാം, സഭയിൽ അനുഭവിക്കാം, കൂദാശകളിൽ അനുഭവിക്കാം. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ ഉദ്ധിതനായ ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. നമ്മുടെ സ്വർഗമുണ്ടെന്നുള്ള ആ ഒരു വിശ്വാസത്തെ കൂട്ടിയുറപ്പിക്കുവാനും അത് നേടുവാനും ഇന്നത്തെ ഈ പുനരുത്ഥാന ദിവസം നമുക്ക് ഒരു വലിയ ശക്തിയായി മാറുന്നു. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇന്ന് ഈ ദിവസത്തിൻ്റെ പുനരുത്ഥാന ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും